നമുക്കൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് പയർ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് പട്ടാണിയും സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്ത് വെച്ച ക്യാരറ്റ്, പയർ, ബീൻസ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് പെരുംജീരകം. ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എല്ലാം കൂടി ഇട്ട് ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം. അതുവരെ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഏകദേശം ഈ പരിവാകുമ്പോൾ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, പട്ടാണി ഇട്ട് കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടുക. കറിവേപ്പില, പുതിന, മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഇത് ഇറക്കാം നമുക്ക്. ഇനി നമുക്ക് ലെയറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി അരിയിലും ഉണ്ടാക്കാം. കുറച്ച് വാസന ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഞാനിവിടെ പച്ചരി കൊണ്ടാണ് ചോറുണ്ടാക്കിയത്. അത് ഫസ്റ്റ് ലെയർ നമുക്ക് ഇടാം. അടുത്ത ലെയറായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില, കൊത്തമല്ലി, പുതിന ഒക്കെ ഒന്ന് വെറുതെ കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അടുത്ത ലെയറിന് നമുക്ക് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. വെജ് റൈസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മന്തി അരയ്ക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, പുതിന, മല്ലിയില, 2-3 കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. വെള്ളം ഒഴിക്കേണ്ടതിന് പകരം നമുക്ക് വിനീഗർ അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാം. ചമ്മന്തി റെഡിയായി. വെള്ളം ഒട്ടും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോകും. വെള്ളം ഒഴിക്കാതെ ഞാൻ പറഞ്ഞ പോലെ വിനീഗർ ഒഴിച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. 2 ദിവസമൊക്കെ സൂക്ഷിച്ച് കഴിക്കാനൊക്കെ പറ്റും. ഫ്ലവർ ചില്ലി ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പിട്ടിട്ട് കഴിച്ചതാണ്. എങ്കിലും കുറച്ചുകൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ലേശം ചില്ലി ചിക്കൻ മസാല ഇടാം. നമുക്ക് ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇഞ്ചിയും മല്ലിയിലയും കൂടെ ചതച്ചതാണിത്. 10 മിനിറ്റ് മസാലയൊക്കെ പിടിച്ചോട്ടെ. അതിന് വേണ്ടി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൻ്റെ കൂടെ ഞാൻ ബട്ടർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ എണ്ണ തന്നെ യൂസ് ചെയ്താലും മതിയാവും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ചില്ലി റെഡിയായി.